ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ ധീരതയുടെയും കൃത്യതയുടെയും പുതിയൊരു അധ്യായം കുറിച്ച ഓപ്പറേഷൻ സിന്ദൂരിന് ഒരു വയസ്സ് തികയുകയാണ്. ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത ആ പോരാട്ടത്തിന്റെ ഓർമ്മകൾ പുതുക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. ചില അതിരുകൾ ഒരിക്കലും കടക്കരുത്. ആ അതിരുകൾ കടന്നാൽ തിരിച്ചടി നിശ്ചയമാണെന്നും നീതി നടപ്പിലാക്കപ്പെടുമെന്നും സൈന്യം എക്സിലൂടെ പങ്കുവച്ച സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരതയോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിന്റെ അടയാളമായി മാറിയ ഈ സൈനിക നടപടി ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തന്ത്രപരമായ നീക്കങ്ങളിൽ ഒന്നായിരുന്നു. ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ സൈനിക മികവ് ചർച്ച ചെയ്യപ്പെട്ട ആ ദിവസങ്ങളിലെ ആവേശം ഇന്നും ഒട്ടും ചോരാതെ സൈന്യം കാത്തു സൂക്ഷിക്കുകയാണ്. എല്ലാറ്റിനും തുടക്കം കുറിച്ചത് പഹൽഗാമിൽ നടന്ന ആ ക്രൂരമായ ഭീകരാക്രമണമായിരുന്നു. 26 നിരപരാധികളായ സാധാരണക്കാരുടെ ജീവനെടുത്ത ആ ആക്രമണം ഇന്ത്യയുടെ ക്ഷമയുടെ നെറികേടായി മാറി. ഇതോടെയാണ് 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ അതിശക്തമായ സൈനിക നടപടിക്ക് ഇന്ത്യ തുടക്കമിട്ടത്. തീവ്രവാദത്തോടുള്ള ഇന്ത്യയുടെ സമീപനത്തിൽ വന്ന വലിയ മാറ്റമായിരുന്നു ഇത്. നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തും പാകിസ്ഥാന്റെ മണ്ണിലുമുള്ള ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു ഈ നീക്കം. എന്നാൽ വെറും ഒരു ആക്രമണമായിരുന്നില്ല ഇത്. മറിച്ച് സിവിലിയൻ നാശനഷ്ടങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ മാത്രം തകർക്കുന്ന അതീവ രഹസ്യവും കൃത്യവുമായ ഒരു ഓപ്പറേഷനായിരുന്നു. കര, വ്യോമ, നാവിക സേനകൾ കൈകോർത്തപ്പോൾ പാകിസ്ഥാന്റെ പ്രതിരോധം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. 9 പ്രധാന ഭീകര ക്യാമ്പുകൾ കൃത്യമായി തിരിച്ചറിഞ്ഞ മൾട്ടി ഏജൻസി ഇന്റലിജൻസിന്റെ പിന്തുണയോടെയായിരുന്നു ഇന്ത്യയുടെ നീക്കം. ഓരോ ആക്രമണവും സെന്റിമീറ്ററുകൾ പോലും മാറാതെ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു. ഇന്ത്യൻ വ്യോമസേന നൂർഖാൻ വ്യോമതാവളത്തിലും റഹീംയാർ ഖാൻ വ്യോമതാവളത്തിലും നടത്തിയ മിന്നലാക്രമണങ്ങൾ പാകിസ്ഥാനെ ആകെ ഞെട്ടിച്ചു. തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലുകളും അത്യാധുനിക UAVകളും ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമ പ്രതിരോധ ശൃംഖല പാകിസ്ഥാന്റെ തിരിച്ചടികളെ ഓരോന്നായി തകർത്തു. സമുദ്രത്തിൽ ഇന്ത്യൻ നാവികസേന MiG-29K യുദ്ധവിമാനങ്ങളുടെയും കാരിയർ ബാറ്റിൽ ഗ്രൂപ്പിന്റെയും കരുത്തിൽ ആധിപത്യം ഉറപ്പിച്ചു. ആയുധബലത്തേക്കാൾ ഇന്ത്യയുടെ പ്രവർത്തന നൈതികതയും സംയമനവുമാണ് ലോകത്തെ അമ്പരപ്പിച്ചത്. ഭീകരരെ തുരത്തുമ്പോഴും നിരപരാധികൾക്ക് ഒരു പോറലും ഏൽക്കരുത് എന്ന നിർബന്ധം സൈനിക ആസൂത്രകർക്കുണ്ടായിരുന്നു. നമസ്കാര സമയത്ത് ആക്രമണങ്ങൾ ഇന്ത്യൻ സൈന്യം മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വെളിപ്പെടുത്തിയത് ഇന്ത്യയുടെ ഉന്നതമായ മൂല്യങ്ങളെ കൂടിയാണ് കാണിക്കുന്നത്. കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറച്ചുകൊണ്ട് എങ്ങനെ ഒരു വലിയ സൈനിക ദൌത്യം വിജയിപ്പിക്കാമെന്നതിന് ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഭീകരതയെ ഇല്ലാതാക്കുമ്പോൾ പോലും മാനുഷിക പരിഗണനകൾ കൈവിടാത്ത ഇന്ത്യയുടെ ഈ നയം ആഗോളതലത്തിൽ വലിയ അംഗീകാരം നേടി. ഇന്ത്യയുടെ ആഞ്ഞടിക്കലിന് മുന്നിൽ നിൽക്കാൻ കഴിയാതെ വന്നതോടെ പാകിസ്ഥാൻ ഡ്രോണുകളും UCAVകളും ഉപയോഗിച്ച് ഇന്ത്യൻ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ടെങ്കിലും ഇന്ത്യയുടെ സംയോജിത വ്യോമ പ്രതിരോധം അവയെ നിഷ്പ്രഭമാക്കി. ഒടുവിൽ ഗതിമുട്ടി മെയ് 10 പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യൻ സൈനികരെ ബന്ധപ്പെട്ടു. ഇതോടെ അതിർത്തി കടന്നുള്ള സൈനിക കൈമാറ്റങ്ങൾക്ക് വിരാമമായി വെടിനിർത്തൽ നിലവിൽ വന്നു. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സിദ്ധാന്തത്തിൽ ദൃഢവും സുസ്ഥിരവുമായ ഒരു ഘട്ടത്തിന്റെ തുടക്കമായിട്ടാണ് സൈനിക നേതൃത്വം ഈ ദൌത്യത്തെ വിശേഷിപ്പിക്കുന്നത്. പാകിസ്ഥാൻ എത്രത്തോളം വിശ്വാസവഞ്ചന കാണിച്ചാലും ഇന്ത്യയുടെ കരുത്തിനു മുന്നിൽ അവർക്ക് മുട്ടുമടക്കേണ്ടി വരുമെന്ന യാഥാർത്ഥ്യമാണ് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് ഇന്ന് ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനമാണ് നിറയ്ക്കുന്നത്. ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കനത്ത താക്കീതാണിത്. അതിരുകൾ ലംഘിക്കുന്നവർക്ക് തിരിച്ചുപോകാൻ വഴി കാണില്ലെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് ഈ വാർഷിക വേളയിലും ഇന്ത്യൻ സൈന്യം നൽകുന്നത്. സൈനിക നൈപുണ്യവും മാനുഷിക മൂല്യങ്ങളും ഒരേപോലെ കാത്തുസൂക്ഷിക്കുന്ന ഭാരത സൈന്യം രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കായി ഏത് അതിർത്തിയും കടക്കാൻ സജ്ജമാണ്. ഭീകരവാദത്തിന്റെ കരിനിഴൽ മാറ്റാൻ ഇന്ത്യ നടത്തിയ ഈ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വരും തലമുറകൾക്ക് പോലും വലിയൊരു പാഠമാണ്. ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ശത്രുക്കളുടെ ഒരു പദ്ധതിയും ഇവിടെ വിജയിക്കില്ല.